ഹെഡ്ലൈറ്റ് ആയിട്ട് മതി. പിന്നെ എനിക്കൊരു കാർബറേറ്റർ ആവശ്യമുണ്ട്, ഡിസ്കവർ 150യുടെ കാർബറേറ്റർ, സിലിണ്ടർ ഉള്ള കാർബറേറ്റർ. അപ്പോൾ അത്ര മതി. നമ്മുടെ വണ്ടി ഉടൻ തന്നെ നിർത്തി നടന്നായിരിക്കും. നമ്മൾ സൈലൻസറൊക്കെ ഈ ഒരു മോഡലാണ് കൊടുത്തേക്കുന്നത്. സൈലൻസർ ഇച്ചിരി എക്സ്റ്റെൻഡ് ചെയ്ത് ബാക്കിലോട്ട് അടിക്കാനൊക്കെയായിരുന്നു നമ്മൾ പ്ലാന്. പക്ഷേ അത് വേണ്ടെന്ന് വെച്ചു. കാരണം സൗണ്ട് പിന്നെ ഒരുപാട് സീനാവും. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ സ്പോയിലറാണ്. അതായത് റേസിംഗ് കാറിൻ്റെ സ്പോയിലർ. അപ്പോൾ അതിൻ്റെ ഒരു സെക്ഷൻ നമ്മൾ ഇവിടുന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം വീട്ടിൽ നിന്ന് വെൽഡ് അതിങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര സീനാവും. പിന്നെ നിങ്ങൾ ഈ ഒരു യൂണിറ്റ് കണ്ടുപോകണല്ലോ. ഇത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ നിശാഖിൻ്റെ സൈക്കിൾ ഞാനങ്ങ് മുറിച്ച് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് എടുത്ത സിലിണ്ടറാണ്. ആ സിലിണ്ടർ നമ്മൾ റീസ്റ്റോർ ചെയ്തെടുത്താണ്. പിന്നെ ബാക്കിലോട്ട് നമ്മൾ ചെയ്ത സ്പോക്കറ്റ്, കസ്റ്റംസ് പോക്കറ്റും ആ ഒരു ഡ്രൈവ് ഷാഫ്റ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ വന്നേക്കുന്നത് ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഒക്കെ. അപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല. ഞാനിതെല്ലാം വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിത് കൊണ്ടുപോകാൻ പോകണം. നമ്മൾ ഈ സാധനം കൊണ്ടുപോകാൻ പോകണം. അപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ നമ്മുടെ അനിയനും നമ്മുടെ സുഹൃത്തും കൂടെ കൊത്തി ജീപ്പോട്ട് വരും. അപ്പോൾ അതിന് വേണ്ടി നമ്മളിത് കൊണ്ടുപോകും. വേറെ പരിപാടിയൊന്നുമില്ല. ഷോപ്പിലെ വർക്കുകൾ കഴിഞ്ഞു. ഇനി ബാക്കി വർക്കെല്ലാം വീട്ടിൽ തന്നെയാണ്. അപ്പോൾ സണ്ണിച്ചേട്ടൻ, അതായത് ഈ ഷോപ്പിൻ്റെ, അത് ഗ്ലോബൽ മൊബൈൽ ഇൻഡസ്ട്രി, ഈ വെൽഡിംഗ് വർക്കിൻ്റെ ഓണർ സണ്ണിച്ചേട്ടൻ ചേട്ടനാണ്. അപ്പോൾ ചേട്ടനാണ് എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്നതാണ്. കാരണം വേറെ ഇത്രയും വർക്കുകളൊക്കെ എല്ലാം അതെല്ലാം ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ റാഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് മെക്കാനിസം എല്ലാത്തിനെയും പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ കാർബറേറ്റർ ഇപ്പം ഹെഡ്ലൈറ്റിലും കുഴപ്പമില്ല. കാർബറേറ്റർ ഉള്ളവർ, അതായത് ഡിസ്കവർ 150 ബൈക്കിൻ്റെ സിലിണ്ടർ ലിഫ്റ്റുള്ള കാർബറേറ്റർ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. വീട്ടിലുള്ളവർ ഒന്ന് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിലെ പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ചെറിയ പണികളേ ഉള്ളൂ. അതെല്ലാം വീട്ടിലുള്ള വർക്കുകളാണ്. ബോഡി വർക്കും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്നത്. ബേസിക് വർക്കുകളൊക്കെ കഴിഞ്ഞു. ചേസസ് വർക്കൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. അപ്പോൾ നമ്മളിനി ഈ സാധനം തൊട്ടി വണ്ടിക്ക് കയറ്റി നേരെ വീട്ടിൽ കൊണ്ടുപോകാൻ പോവാണ്. ഓക്കെ. അപ്പോൾ ഇനിയാണ് വർക്കുകൾ കൂടുതൽ വരാൻ പോകുന്നത്.
കുറച്ച് സമയം എടുത്തിട്ട് വണ്ടി മൊത്തം നമ്മൾ പാർട്സാക്കി കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ വണ്ടിക്കാരൻ തന്നെയാണ് കയറ്റിയെല്ലാം ജോയിൻ്റ് അടിച്ചത്. അപ്പോൾ കൊണ്ടുവന്ന പീസെല്ലാം എടുത്ത് വെച്ചു. നമ്മളിനി നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലോട്ട് പോവുക.